റയൽ മാഡ്രിഡ് 5-2 അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് തോറ്റപ്പോൾ ആഘോഷിച്ച ഒരുപാട് പേരുണ്ടാവും, സങ്കടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ FC ബാഴ്സലോണ സിവിയക്കെതിരെ 4-1 പൊട്ടിയപ്പോൾ ആഘോഷിച്ചവരും ഒരുപാട് പേരുണ്ടാവും, സങ്കടപ്പെട്ട ഒരുപാട് ഫാൻസ്, ഞാനടക്കമുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലേ. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നാണ് വേൾഡ് ഫെയിലിയർ ഡേ ആണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, നമ്മൾ ഫുട്ബോൾ കണ്ടൻസ് ആണല്ലോ ചെയ്യാറുള്ളത്, എസ്പെഷ്യലി ഇപ്പോൾ അതിൽ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓപ്പോസിറ്റ് ടീം തോക്കുമ്പോൾ സന്തോഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ടീം തോക്കുമ്പോൾ ഒത്തിരി സങ്കടം വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു ഫെയിലിയർ ഏതാണ് എന്ന് ചോദിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ക്ലബ്ബ് മറ്റൊരു ക്ലബ്ബിനെ തോൽപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബ് എവിടെയെങ്കിലും തോറ്റതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ നാഷണൽ ടീം ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ആ ടീം ജയിച്ചതിൻ്റെ കഥയായിരിക്കും, അല്ലെങ്കിൽ തോറ്റതിൻ്റെ കഥയായിരിക്കാം. എന്തായാലും ഫെയിലിയർ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അതിപ്പോൾ നിങ്ങളുടെ ടീം ജയിച്ചതായാലും തോറ്റതാണെങ്കിലും ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലൈഫിലായാലും ഗെയിമിലായാലും എന്തിലാണെങ്കിലും ഫെയിലിയറിനെ ചുമ്മാ ചിൽ കുപ്പിച്ചില്ലായിട്ട് എടുക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്